എടാ, ഒരു പെൺകുട്ടി ട്ടോ. നാടൻ പെൺകുട്ടി. നല്ല നീളം മുടിയൊക്കെ ആയിട്ട്, സാരിയൊക്കെ ഉടുത്ത്, ദാവണിയൊക്കെ ഉടുത്ത്, ചുരിദാറും ഇട്ട് നടക്കുന്ന ഒരു കുട്ടി. ആ കുട്ടി കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിനൊരു ജോലി കിട്ടി. എവിടെ? ബാംഗ്ലൂർ. ഏ. അപ്പം ഈ കുട്ടിയുടെ പേരൻസ് ഒക്കെ ആദ്യം ഭയങ്കര അവിടെ ഇത്രയും ദൂരം പോകണ്ട, അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. ഈ കുട്ടി കൺവിൻസ് ചെയ്തു. നല്ല കമ്പനിയാണ്, പോണം എന്നൊക്കെ പറഞ്ഞ് പോയി. പോയി ആദ്യം ട്രെയിനിങ് പീരീഡ്, പ്രൊബേഷൻ പീരീഡ് ഒക്കെ കഴിഞ്ഞ് 6 മന്ത്സ് കഴിഞ്ഞിട്ടാണ് ഈ കുട്ടി വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വരുന്ന സീന് പറയാം. കുട്ടിയുടെ മുടി ഇവിടുന്ന് ഇവിടം വരെ കട്ട്. അങ്ങനെ ഒന്ന് പോണിറ്റെയിലൊക്കെ കെട്ടിയിട്ടാണ് ഈ കുട്ടി വരുന്നത്. അച്ഛൻ, അമ്മ, മുത്തശ്ശി വീട്ടിലുണ്ട്. ഇവര് ശരിക്കും ഷോക്ക്ഡായി. ഇതെന്താ ഇത്രയും നീളമുള്ള മുടിയൊക്കെ കട്ട് ചെയ്തിരിക്കുന്നത്? ഈ കുട്ടി ഇതുവരെ പറഞ്ഞിട്ടില്ല മുടി കട്ട് ചെയ്ത കാര്യം. ഈ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ മുടി ബാക്കിലേക്ക് ഇട്ടിട്ടാണ്. അപ്പൊ ഇവര് കണ്ടിട്ടുമില്ല. ഇവരൊക്കെ ഷോക്ക്ഡായി. ഭയങ്കര പ്രശ്നം. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, ഇത്രയും വലിയ മുടിയുള്ള ആരും ഇല്ല എന്റെ കമ്പനിയില്. എല്ലാരും മുടി മുറിച്ച് നല്ല ചെത്തിലാ നടക്കണേ. എന്നെ കൊണ്ട് ഇത് മാനേജ് ചെയ്യാൻ വയ്യാന്ന് പറഞ്ഞ കുട്ടി കട്ട് ചെയ്തു. പോകെ പോകെ ഓരോരോ ലീവിന് വരുമ്പത്തേക്കിനും ഡ്രസ്സ് മാറി, ജീൻസായി, ടോപ്പായി. അതിലൊന്നും ഒരു തെറ്റല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ ഫാമിലിക്ക് അത് ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതും അവരുടെ ആ സൊസൈറ്റിയിലും എന്ന് പറഞ്ഞാൽ ആ ഒരു കുറച്ച് വീടുകളല്ലേ ഉള്ളൂ. അവരൊക്കെ അതും ഇതുമൊക്കെ പറയാൻ തുടങ്ങി അച്ഛനും അമ്മയോടും. അപ്പൊ അച്ഛനും അമ്മയും ഈ പ്രശ്നം മുഴുവൻ ഈ കുട്ടി വരുമ്പത്തേക്കിനും ഈ കുട്ടിയുടെ മുകളിലാണ് തീർക്കുന്നത്. അപ്പൊ ഈ കുട്ടി പറയണ ബാംഗ്ലൂരിലെ ജീവിതം ഇങ്ങനെയാണ്, ഞാനൊന്ന് ചേഞ്ച് ആയാൽ എന്താ പ്രശ്നം? ഈ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ കുട്ടി പറയുന്നത്, എന്നെ അവിടെ ഈ ചുരിദാറും ഇട്ട് ദാവണി ഇട്ട് പോകുമ്പം ആൾക്കാരൊക്കെ എന്തോ കാണാതെ കാണുന്ന പോലെയാണ് നോക്കുന്നത് എന്റെ കമ്പനിയിൽ. എനിക്കതൊരു ഭയങ്കര പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ കുട്ടി മാറുന്നത്. ആക്ച്വലി പിയർ പ്രഷർ എന്ന് പറയുന്ന ഒരു സാധനം എന്തൊരു റിയലാ അല്ലേ? അതെ. അതുകൊണ്ട് നമ്മൾ എന്തോരം ചേഞ്ച് ആവുന്നു. ഫിറ്റ് ആവാൻ വേണ്ടി ഒരു സ്ഥലത്ത് നമ്മൾ ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിൽ കൊണ്ടുവരുന്ന ഒരു ചേഞ്ച് ആണത് അല്ലേ? അത് എല്ലാ പ്രായക്കാരിലും ഉണ്ട് ട്ടോ. ഇപ്പൊ ഈ കുട്ടികളിൽ മാത്രമല്ല, ഇത്തിരി വലിയവരൊക്കെ. അതും കൂടെ പഠിക്കുന്നവര്, കൂടെ ജോലി ചെയ്യുന്നവര്, പിന്നെ നമ്മുടെ റിലേറ്റീവ്സ്, നമ്മളെ സർക്കിൾ, ഫ്രണ്ട്സ് ഗ്രൂപ്പ്, ഈ ആൾക്കാരിന്നൊക്കെ നമ്മൾ ചെറിയൊരു കമ്പാരിസൺ ചെയ്തിട്ട് നമ്മൾ അവരെ പോലെ ആവാൻ നോക്കും ചിലപ്പം ഈ പ്രഷറിൽ. ഇതിപ്പോ നീ പറഞ്ഞൊരു കുഞ്ഞു കുട്ടീന്റെ ഒരു യങ് മോളുടെ കഥയല്ലേ? എടാ, ഒരു മിഡിൽ ഏജിലുള്ള ഒരു ലേഡി ഇതേപോലെ ഒരു വില്ലേജിലായിരുന്നേ. അവര് ടൗണിലേക്ക് ഹസ്ബൻഡ് ട്രാൻസ്ഫർ ആയിട്ട് വന്ന ഒരു കഥ മമ്മി പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അവര് നാട്ടിൽ നിന്ന് വരുമ്പം ഈ പറഞ്ഞ സെറ്റ് മുണ്ട് വരുന്നു അവരുടെ ഇഷ്ടപ്പെട്ട ഡ്രസ്സ്. നല്ല ഐശ്വര്യമുള്ള, കാണാനും നല്ല ഐശ്വര്യമൊക്കെ ഉള്ള ഒരു അടിയായിരുന്നു എന്ന്. കുറച്ച് കഴിഞ്ഞ് ഇവിടെ ടൗണിലേക്ക് എത്തി അവര് നൈറ്റി ഒന്നും ഇടാറുണ്ടായിരുന്നില്ല. നൈറ്റി ഇട്ടു. അതുപോലെ എന്താണ് മഞ്ഞളും ഇങ്ങനെ നല്ല സ്കിൻ കെയർ ഒക്കെ അങ്ങനെ ചെയ്തുകൊണ്ട് അവര് വളർന്നു വന്നേ. പക്ഷെ ഇവിടെ എത്തിയപ്പോഴേക്കും എന്താ, ഫെയർ ആൻഡ് ലവ്ലി പറഞ്ഞൊരു ക്രീം ഉണ്ടെന്ന്. അതൊക്കെ തേച്ചു. തേച്ച് കഴിഞ്ഞിട്ട് അവരെ മുഖത്ത് കുരു വന്നു. എപ്പഴും നമ്മൾ ഈ ബാക്കിയുള്ളവരെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് സൂട്ട് ചെയ്തോണമെന്നില്ല. അപ്പൊ ഇതിനൊരു പ്രായമൊന്നുമില്ല. ചെറിയ കുട്ടികൾ മാത്രമല്ല, ഏത് ഏജിലും ബാക്കിയുള്ളവര് ചെയ്യുന്ന പോലെ ചെയ്യുന്നതാണ് ശരി. അല്ലെങ്കിൽ നമ്മുടെ പ്രായമുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു അത് നോക്കി അതുപോലെ ചെയ്യാൻ ഒരു ടെൻഡൻസി എല്ലാവർക്കും വരാം. ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഈ പിയർ പ്രഷർ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പോലെ ഇത്രയും ആൾക്കാർ സംസാരിക്കുകയോ ഇതിനൊരു ഹൈപ്പോ എടുക്കുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താന്ന് പറഞ്ഞാൽ അപ്പൊ ഒരു കുഞ്ഞു ഗ്രൂപ്പ്, ഒന്നെങ്കിൽ സ്കൂൾ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ കോളേജ് മേറ്റ്സ്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ഒരു ലൊക്കാലിറ്റി, ആ ഒരു സ്ഥലത്ത് താമസിക്കുന്ന ഒരു കുറച്ച് വീടുകൾ, ഇവിടെ നിന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പ്രഷർ വരുന്നത്, ഈ പിയർ പ്രഷർ വരുന്നത്. അല്ലെങ്കിൽ റിലേറ്റീവ്സ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മേ ബി സ്റ്റഡീസിലാവാം, അല്ലെങ്കിൽ നമ്മുടെ വേ ഓഫ് ഡ്രസ്സിങ്ങിലാവാം, അല്ലെങ്കിൽ നീ പറഞ്ഞ പോലെ ഈ പേഴ്സണൽ കെയർ റുട്ടീൻ അതിൻ്റെയൊക്കെ ഒരു ചേഞ്ചസിലാവാം. അത്ര ലിമിറ്റഡ് ആയിരുന്നു ആക്ച്വലി പണ്ടത്തെ ഒരു പിയർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതുമല്ല, പെട്ടെന്ന് ഡിസ്കണക്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. എന്താന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇവരെ പിറ്റേ ദിവസമേ കാണുന്നുള്ളൂ. അപ്പൊ വലിയ അങ്ങോട്ട് ഇമ്പാക്റ്റ് എന്ന് പറയാൻ ഉണ്ടായിരുന്നില്ല. ഉം. ഇപ്പൊ എന്താ അറിയോ, ഈ ടേം നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയന്റെയും ഇൻഫ്ലുവൻസ് ഒക്കെ കാരണം എല്ലാരും കോൺസ്റ്റന്റ് പ്രഷറിലാണ്. അതിപ്പോ നമ്മളെ പോലത്തെ സാധാരണക്കാര് മുതൽ സെലിബ്രിറ്റീസ് വരെ കേട്ടോ ഞാൻ പറയുന്നത്. നമ്മുടെ ആക്ട്രസസിനെ ആലോചിച്ച് നോക്കൂ. ഒരു മിഡിൽ ഏജിൽ നമ്മുടെ ആക്ട്രസസ് പണ്ട് അവർക്കൊരു ജനറൽ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അവർ ദേ ആർ ഓൾസോ ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആണ് നോർത്ത് ഇന്ത്യൻ ആക്ട്രസസും ഇന്റർനാഷണൽ സ്റ്റാർസിനെയും നോക്കിയിട്ട് ഇവരും ഇവരുടെ സ്റ്റൈല് കംപ്ലീറ്റ്ലി മാറ്റി. ചിലപ്പോ അത് മാറ്റേ ആവുന്നുമില്ല. ആ. പിന്നെ ഇതിപ്പം ശരിക്കും നെസസിറ്റി അല്ല. പക്ഷെ ആൾക്കാർക്ക് വാലിഡേഷന് വേണ്ടിയിട്ടും കൂടുതൽ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ആളുകള് പല സ്ഥലത്തും, അതായത് 24/7 നമ്മള് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാലിഡേഷന് വേണ്ടിയിട്ട്. എന്താണോ ഇപ്പൊ ചേഞ്ച് വരുന്നത്, ഞാൻ ആ ലേറ്റസ്റ്റ് ട്രെൻഡിൽ എത്തണം,
ആ ട്രെൻഡ് ഈ രൊഞ്ച് പോലെ നമ്മളെ സൂട്ട് ചെയ്യുന്നുണ്ടോ, നമുക്ക് മാച്ച് ചെയ്യുന്നുണ്ടോ, നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുമോ ഒന്നും നോക്കാനുള്ള ഒരു മനസ്സില്ല. വി ഹാവ് ടു ബി അപ് ടു ഡേറ്റ് എന്നുള്ള ആ ഒരു പ്രഷർ എല്ലാ പ്രൊഫഷനിലും ഓഫീസസിൽ പോകുമ്പോണ്ടില്ലേ. ചില സ്ഥലത്തൊക്കെ അവർക്ക് കിട്ടുന്ന സാലറിനേക്കാളും കൂടുതലാണ് അവർ അവരെ പേഴ്സണൽ കെയറിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. അപ്പോഴേ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതെ, അതെ. വെരി ട്രൂ. അതുപോലെ ഇപ്പൊ ഞാനൊരു ഒരു സ്റ്റോറി പറയാം ട്ടോ. ഒരു ഹോസ്റ്റൽ റൂം 3 പേര് ഷെയറിങ് റൂമാണ്. അതില് 2 കുട്ടികള് നന്നായി പഠിക്കുന്ന കുട്ടികളാ. ഇതില് ഈ 3ാമത്തെ കുട്ടീന്ന് പറഞ്ഞാ അത്ലീറ്റാ. അപ്പം സ്പോർട്സിനോടാണ് ഈ കുട്ടിക്ക് ഭയങ്കര താല്പര്യം. ഇരുന്ന് പഠിക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ ഈ 2 കുട്ടികള് നന്നായി പഠിക്കുന്നില്ലേ, അപ്പൊ അവര് ഒന്ന് എന്താ പറയാ ഒരു ഫ്രഷനപ്പും അതും ഇതും ഒക്കെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊരു 7:00 ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. ഈ 3ാമത്തെ കുട്ടി അത്ലീറ്റ് ആയിട്ടുള്ള കുട്ടി അവിടെ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കുറച്ച് ദിവസമൊക്കെ ചുറ്റിക്കറങ്ങി നിന്നു. അപ്പൊ ഇത് നോക്കുമ്പം ഫ്രണ്ട്സ് രണ്ടുപേരും ഇരുന്ന് പഠിക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് തോന്നി എനിക്കും കൂടെ പഠിക്കാൻ തുടങ്ങണം, ഞാനും കൂടെ പഠിക്കാൻ തുടങ്ങണം എന്ന് പറഞ്ഞ് ഈ കുട്ടി ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ അത്ലീറ്റായ കുട്ടി, സ്പോർട്സിന് മുന്നിൽ നിന്ന ഒരു കുട്ടി പഠിത്തത്തിന് മുന്നിലാവാൻ തുടങ്ങി. ഇത് ആക്ച്വലി ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അല്ലേ പിയർ പ്രഷറിന്റെ? എന്താന്ന് പറഞ്ഞാൽ ആ 2 കുട്ടികൾ ഇരുന്ന് പഠിക്കുന്ന കാണുമ്പം നമ്മളിലെ ചേഞ്ചസ് കൊണ്ടുവരുന്നു. എന്തിനു വേറെ സ്റ്റോറി പറയുന്നത്? എന്റെ സ്റ്റോറി ഞാൻ പറയാം. മഹാമടിച്ചിയാണെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ. യോഗയ്ക്ക് പോവാൻ ഒ- ഒരു 6 ദിവസമുള്ള യോഗയില് ആദ്യത്തെ തിങ്കളാഴ്ച ഒരു മൂഡുണ്ടാവും, ബിക്കോസ് സൺഡേ ലീവാ. ഉം. അപ്പം അതുകൊണ്ട് മൺഡേ പോകാൻ വലിയ ഇൻട്രസ്റ്റാ. ട്യൂസ്ഡേ വെൻസ്ഡേ ആകുമ്പോഴത്തേക്കിനും അയ്യോ കാല് വയ്യ കൈ വയ്യ, പോണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കും. അപ്പോഴായിരിക്കും അന്ന് ഈ യോഗയുടെ ടൈം കഴിയുമ്പം ഞങ്ങൾ യോഗയിൽ വരുന്നവരൊക്കെ കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് ഒരു ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്, ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇടാറുണ്ട്. അപ്പൊ അതിൽ സാറും ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിലെ ഫോട്ടോ, അയ്യോ ഞാൻ മാത്രല്ല ഇത്രയും ആന്റിമാര് ടൈമും ഉണ്ടാക്കി അവര് യോഗ ചെയ്യാൻ ടൈം കണ്ടുവെട്ടുമ്പോ എന്തുകൊണ്ട് എന്നെ കൊണ്ടാവുന്നില്ല എന്ന് പറഞ്ഞ് 2 ദിവസം മടി പിടിച്ചിരിക്കുന്ന ഞാൻ 3ാമത്തെ ദിവസം സടപടഞ്ഞ് എണീക്കും യോഗയ്ക്ക് എങ്ങനെയെങ്കിലും. അപ്പത്തേക്കിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ല ഞാൻ പിന്നെ ചെയ്യുന്നുള്ളൂ, എനിക്ക് യോഗയ്ക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടും. ആക്ച്വലി ഇതൊക്കെ നമ്മളുടെ പിയർ പ്രഷറിന്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. നമ്മള് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യം ചെയ്യാണ്ടിരിക്കുന്നത് ഈ നമ്മളുടെ ഗ്രൂപ്പിലുള്ളവരെ ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ ചെയ്യും. അതുപോലെ ഇപ്പൊ ഡ്രസ്സിങ് സെൻസ്, ഇപ്പം വലിയ നല്ല ഡ്രസ്സിങ് സെൻസ് അല്ല, ചിലപ്പോൾ എൻ്റെ കളർ, ഞാൻ എടുക്കുന്ന ചൂസ് ചെയ്യുന്ന കളർ നല്ലതല്ല. അപ്പൊ ചിലപ്പോൾ നീ നല്ല ഡ്രസ്സ് ഇടുന്ന ഒരു ആളായിരിക്കും. അപ്പം പോകെ പോകെ ഞാൻ ചിലപ്പോൾ ഗോപുവിന്റെ അടുത്ത് ചോദിക്കും, ഗോപു ഞാൻ ഇത് എടുക്കണോ ഇത് എടുക്കണോ. അപ്പം അതൊക്കെ എന്നിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ പഠിത്തത്തിന് ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നന്നായി ചെയ്യുന്നുണ്ടാവും, പക്ഷെ കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ ക്ലെൻലിനെസ് ആണെങ്കിലും ഈ ഫ്രണ്ട്സ് ഒക്കെ എല്ലാം നീറ്റായിട്ട് വെക്കുന്നു, ഞാൻ മാത്രം ഉഴപ്പി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഹോസ്റ്റലിലാവുമ്പോൾ നമ്മളെല്ലാവരും ഈ ടുഗെദർ വരുമ്പോഴായിരിക്കും എനിക്കും എൻ്റെ സാധനങ്ങളൊക്കെ ക്ലീൻ ആക്കി വെക്കാനും നല്ല ടൈഡി ആക്കി വെക്കാനും ഒക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പൊ ഇതൊക്കെ ചിലപ്പം ഈ എന്താ പറയാ പിയർ പ്രഷറിന്റെ ഒരു പോസിറ്റീവ് സൈഡാണ്. കറക്റ്റ്. ഭയങ്കര നല്ല കാര്യമാണ് ട്ടോ. അത് ഇതിന്റെ മറ്റേ സൈഡ് എവിടെയാ പറയുന്നത് വെച്ചാൽ, ഇപ്പൊ ഒരു കുഞ്ഞ് എക്സാമ്പിൾ നമ്മൾ പറയാന്ന് വെച്ചാൽ, നമ്മൾ ട്രിപ്പിന് പോകുന്നു വെച്ചോളൂ. അപ്പൊ നമ്മൾക്കൊരു പാറ്റേൺ ഉണ്ടാവും. ഒരു 4 ഡ്രസ്സ് നമ്മൾ പാക്ക് ചെയ്യുന്നു പോണു. ഇങ്ങനെയായിരിക്കും നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, നമുക്കൊരു ഹാബിറ്റുണ്ട്, എല്ലാവരും പിക്ചേഴ്സ് എടുക്കും. പിക്ചേഴ്സ് എടുത്താൽ ഇപ്പൊ നമ്മുടെ ആൽബത്ത് മാത്രമല്ല, അത് നമ്മൾ പല സ്ഥലത്തും നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ഒരു അൺവാണ്ടഡ് പ്രഷർ വന്നു. കഴിഞ്ഞ ട്രിപ്പിന് പോകുമ്പോൾ ഇട്ട അതേ ഡ്രസ്സല്ലേ ഇത്, അപ്പൊ ഞാൻ കുറച്ച് 4 വേറെ ഡ്രസ്സ് വാങ്ങണ്ടേ? ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പൊതുവേ നമ്മൾ പ്ലാൻ ചെയ്യ 2 ദിവസത്തെ ലീവേ ഉള്ളൂ ഫാമിലി മെമ്പേഴ്സിന്. നമുക്ക് 2 ദിവസത്തേക്ക് പോവാം. അപ്പൊ നമ്മൾ ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യുമ്പോൾ തോന്നാ, അയ്യോ നമ്മുടെ ആ ആന്റി പോയപ്പോൾ അവരൊരു 4 സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയും ദൂരം പോകുമ്പോൾ നമ്മൾ എന്തിനാ അത് മിസ് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ നമ്മുടെ പ്ലാൻ ഒന്ന് ചെറുതായി മാറ്റി 2 ഡേയ്സ് പ്ലാൻ ചെയ്ത ട്രിപ്പ് നമ്മൾ പതുക്കെ 4 ഡേയ്സിലേക്ക് ആക്കി. 4 ഡേയ്സ് കഴിഞ്ഞ് അവിടെ എത്തി വിചാരിച്ചോളൂ. ഇതൊരു ചെറിയ എക്സാമ്പിൾ ആണ്. കഴിക്കാൻ പൊതുവെ പുറത്തിറങ്ങിയാൽ വളരെ മിനിമലിസ്റ്റിക് ആയി പുറത്തുനിന്ന് കഴിക്കുന്ന ആൾക്കാർ വീട്ടിൽ നിന്നേ കഴിക്കുള്ളൂ. കാരണം ഹോട്ടൽ ഫുഡും പുറത്തെ ഫുഡും വിശ്വസിക്കാത്തവര് ഇപ്പൊ നമ്മൾ എന്താ കാണുന്നത്? കുട്ടികൾ പറയും, എന്റെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ പോയപ്പം ഇങ്ങനെ കുറെ ഡെലിക്കസി ട്രൈ ചെയ്തിട്ടുണ്ട്, ഈവൻ നമുക്ക് ട്രൈ ചെയ്യണം. അതിന്റെ ടേസ്റ്റ് അവർക്ക് പറ്റുമോ, അത് അവർക്ക് ഇഷ്ടപ്പെടുമോന്നൊന്നും നോക്കണില്ല. ഉടനെ പോയി എക്സ്പെരിമെന്റ് ചെയ്തു, ആ സാധനങ്ങൾ എടുത്ത് കഴിച്ചു. അല്ലേ? അത് കഴിഞ്ഞിട്ട് വളരെ പേടിയായിട്ട് സേഫ്റ്റി ഒക്കെ നോക്കുന്ന ഒരു ഫാമിലി ആണെങ്കിലും ത്രില്ലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മുമ്പ് പോയ ആൾക്കാർ ഏതോ പീക്കിൽ പോയി നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്, അതാണ് അവിടുത്തെ പോയിന്റ് പറഞ്ഞിട്ട് ഫാമിലി മെമ്പേഴ്സ് പോയി നിൽക്കുക. കുട്ടികളാണെങ്കിൽ വെള്ളച്ചാട്ടത്തിൽ എത്രയോ കുട്ടികൾ വീഴും നമ്മൾ കാണുന്നു. നോട്ട് നെസസറി എല്ലാവരും സ്വിമ്മിങ് ഇഷ്ടപ്പെട്ടിട്ടോ ഒന്നും ആയിരിക്കില്ല, നാലാല് ചാടി
കൂടെ ഞാൻ എടുത്ത് ചാടി. സ്മോക്കിംഗ്, ഡ്രിങ്കിങ് ഇത് ഒക്കെ ശരിക്കും പറയാന്ന് വെച്ചാ അവർക്കിപ്പോ സ്മോക്ക് ചെയ്യാൻ ഇഷ്ടായിട്ടോ ഡ്രിങ്ക് ചെയ്യാൻ ഇഷ്ടായിട്ടോ ആയിരിക്കില്ല. എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു 18 ഇയേഴ്സ് യു ഹാവ് ടു സ്റ്റാർട്ട് സ്മോക്കിംഗ്. നീ അറിഞ്ഞിട്ടില്ലേ പഫ് എങ്ങനെയാണെന്ന്? വൈൻ്റെ ടേസ്റ്റ് അറിഞ്ഞില്ലേ ചോദിക്കുമ്പോൾ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് വേണമോ വേണ്ടേന്ന് ആലോചിക്കാതെ ചെയ്യാ. പിന്നെ ലേഡീസ് സോളോ ട്രിപ്പ് ഭയങ്കര ട്രെൻഡിങ് ആണ് ഇപ്പം ഈ സോളോ ലേഡീസ് പോണത്. പക്ഷെ നമുക്ക് ആക്ച്വലി പോണോ? ഡു വി റിയലി വോണ്ട് ടു ഗോ സോളോ നോക്കാതെ എന്റെ ആ ഫ്രണ്ടും പോയി ഈ ഫ്രണ്ടും സോളോ ട്രിപ്പിന് പോയി ലെറ്റ് മീ ഗോ ഫോർ സോളോ ട്രിപ്പ്. ഇങ്ങനെയാണ് ചിലപ്പം അൺവാണ്ടഡ്ലി ഇങ്ങനത്തെ പ്രഷർ നമ്മളെ മേലെ വരുന്നത്. ആരും ചെയ്യുന്നല്ല, ഇത് കാണുമ്പോൾ നമ്മളെ ഏജിലെ ആൾക്കാർ ഇത് ചെയ്യുന്നു അതുകൊണ്ട് ഞാനും ചെയ്യട്ടെ. ഇത് ഒരുപാട് പ്രഷറും ഒരു മെന്റൽ ഡിസ്റ്റർബൻസും നമ്മളെ ക്യാരക്ടറിനെ ചെറുതായിട്ട് മാറ്റും. അതെ. നീ പറയുന്ന പോലെ തന്നെ ഇപ്പോഴത്തെ ഈ പിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഓഫ് ദ സോഷ്യൽ മീഡിയയും കുറേ ഗ്രൂപ്പിലേക്ക് നമ്മളുടെ ഒരു ക്ലോസ് ഗ്രൂപ്പ് അല്ല ഇതൊക്കെ കാണുന്നത്. അപ്പൊ പ്രഷറും അതുപോലെ തന്നെ ഭയങ്കര കൂടുതലാണ്. അപ്പം ഈ ഒരു പ്രഷറിന് നമ്മളുടെ ഒരു ഡിസ്കണക്ട് ചെയ്യാനേ പറ്റുന്നില്ല അല്ലെ? കോൺസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും ഇതിങ്ങനെ ഈ പ്രഷർ നമ്മളുടെ മുകളിൽ വന്നുകൊണ്ടിരിക്കുക. അതോ പഴയ കാലത്ത് ഉം. പ്രഷർ ഉണ്ടായിരുന്നെങ്കിലും ഡിസ്കണക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു, ഇമ്പാക്ട് കുറവായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് ഇമ്പാക്ട് വളരെ കൂടുതലാണ്. മര്യാദയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ തന്നെ പഠിക്കണം അല്ലേ? പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ്. നമ്മളങ്ങനെ ഇത്രയും ഞാൻ ചെയ്യുള്ളൂ, പണ്ട് ഇതേ ചെയ്തുള്ളൂ, ഇപ്പോഴും ഇതേ ചെയ്യാൻ പറ്റുള്ളൂ പറയുന്ന പോലെയല്ല. പക്ഷെ നമ്മുടെ ഒരു ബേസ് വാല്യൂ, കുറച്ച് വാല്യൂ, ഇമോഷൻസും ഒരു ബേസിക് ക്യാരക്ടറൊക്കെ നമ്മുടെ ഉണ്ടാവുമല്ലോ. അതിൻ്റെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് നമുക്ക് പ്രോഗ്രസ് തരുന്ന, ഇപ്പൊ രഞ്ജു പറഞ്ഞ എക്സാമ്പിൾ, നമ്മളെ നന്നാക്കാൻ നമുക്ക് ഗ്രോത്ത് തരുന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് നമ്മൾ നല്ലത് കണ്ടു പോണതിൽ ഒരു തെറ്റുമില്ല അല്ലെ? അത് ശരിക്കും പറഞ്ഞാൽ നമുക്കും നല്ലതാണ്. നമ്മളെ അപ്പൊ ഇതിനിപ്പോ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് നമ്മുടെ പിയേഴ്സിനെ നമ്മൾ കറക്റ്റായി ചൂസ് ചെയ്ത് ഈ പറഞ്ഞ പ്രഷർ തന്നെ വൈസ്ലി നമ്മുടെ പിയേഴ്സ് ചൂസ് ചെയ്ത് എന്താ വെച്ചാൽ നമുക്കറിയാം നമ്മളായിട്ടൊരു മെന്റലി സെറ്റ് ആവുന്ന ആൾക്കാർ. ഓ, ഇതിനാണ് ഒരു സെയിങ് ഉള്ളത്, എന്താ മുല്ലപ്പൂം പൂമ്പൊഴി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട്. സാധ്യം. അപ്പം നമുക്ക് പറ്റുന്ന സൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ ഫ്രണ്ട് സർക്കിൾ നമ്മൾ പിടിച്ചു വെച്ചാൽ ആ ഇൻഫ്ലുവൻസ് എപ്പോഴും ഒരു പോസിറ്റീവ് സൈഡിലേക്കായിരിക്കും അധികപക്ഷം നമ്മളെ കൊണ്ടുപോവുക. അപ്പം നല്ല പിയേഴ്സ് ഉണ്ടാവുന്നതാണ് ഇപ്പം നമുക്ക് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. അതുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിന്റെ കൂടെ നമ്മളും അതെ, ഇപ്രാവശ്യം കണ്ടില്ലേ JEE അഡ്വാൻസ്ഡിന് 2 റൂംമേറ്റ്സിനല്ലേ ഫസ്റ്റും സെക്കൻഡും കിട്ടിയത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു നല്ലൊരു ബോണ്ടായിരുന്നു അവരുടെ ബ്ലെസ്സിങ്. കറക്റ്റ്. So thanks for watching Echoes of Her with Ren and Go.